ഞാൻ ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞ് ചില പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് എനിക്കൊരു ലീവ് വേക്കൻസിയിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കയറാൻ പറ്റി. 2ാം ക്ലാസ്സിലെ ടീച്ചർ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പോയപ്പോഴാണ് ഞാൻ കയറിയത്. ആ ക്ലാസ് നിറയെ കുട്ടികളുണ്ടായിരുന്നു. അതിന് കാരണം കുട്ടികൾ കുറയുന്നത് കൊണ്ട് അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ കുട്ടികൾ കൂടാൻ കാരണമായി എന്നാണ് അറിഞ്ഞത്. ശരിയായിരിക്കും, മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, അതിനെ നമ്മൾ സ്നേഹിക്കണം, കൂടുതലായി ഉപയോഗിക്കണം എന്നൊക്കെ പറയുമ്പോഴും പഠിച്ച് സർട്ടിഫിക്കറ്റും കൊണ്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഈസ് മസ്റ്റ് എന്നാണ് പറയണം. ഭരണഭാഷ മലയാളമാക്കണം, മലയാളത്തിൽ ഫയലുകൾ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ഭരണാധികാരികളും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ആക്കി പഠിപ്പിക്കും. അതുപോലെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ നല്ല സ്കൂളിൽ വിട്ട് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാക്കണം എന്നായിരിക്കും ആഗ്രഹം. ഇന്നത്തെ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരുമായി കമ്മ്യൂണിക്കേഷനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് അത്യാവശ്യമാണ്. ഞാനൊരു മാസം വർക്ക് ചെയ്ത ആ ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടായിരുന്ന പല പെർമനൻറ്റ് ടീച്ചേഴ്സും അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടി. ഇനി എനിക്കൊന്നിനും വയ്യ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും അങ്ങനെയാണെന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. സിലബസ് മാറി വരുന്ന സിലബസ് മാറ്റങ്ങൾ, അധ്യാപന രീതികൾ, പുതിയ ട്രെൻഡ്സ് ഒന്നും അറിയാനും പ്രാവർത്തികമാക്കാനും ഒന്നും വലിയ താല്പര്യമില്ല. എനിക്ക് മാസം കൃത്യമായി സാലറി കിട്ടുന്നുണ്ട്, എൻ്റെ മക്കളൊക്കെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും വയ്യ, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നിയത്. ഒരു മാസം അവിടെ നിന്നപ്പോൾ ഞാൻ ആ കുട്ടികൾക്ക് ടെക്സ്റ്റ് വായിക്കാനും എല്ലാ ദിവസവും കറക്ഷൻ കൊടുത്ത് ഡിക്റ്റേഷൻ ഇട്ട് അങ്ങനെ എല്ലാ ദിവസവും ചെയ്തപ്പോൾ ആ കുട്ടികൾക്ക് ചില മാറ്റമൊക്കെ വന്നു. അപ്പോൾ ചില പേരൻസ് ആണെങ്കിലും അവിടുത്തെ HM ആണെങ്കിലൊക്കെ അത് പറയാൻ തുടങ്ങി, അവർക്കത് തിരിച്ചറിയാനും പറയാനും തുടങ്ങി. അപ്പോൾ മറ്റ് ടീച്ചേഴ്സിന് അത് ഇഷ്ടക്കുറവായി, അവർ നോക്കാതെ മിണ്ടാതെ അങ്ങനെയൊക്കെ തുടങ്ങി. ഒരു മാസം ഉള്ളൂ എന്നതുകൊണ്ട് പ്രശ്നങ്ങൾ രൂക്ഷമായില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. ഇങ്ങനെയുള്ള എല്ലാ ടീച്ചേഴ്സിനും ഇതേ മനോഭാവമാണ് എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. സ്വന്തം മക്കളെ അവർ പഠിപ്പിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിക്കുന്ന ചില അധ്യാപകരെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന സ്കൂൾ നല്ല നിലവാരമുള്ളതാക്കിയിട്ട് അവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ കയ്യിൽ കാശ് വെച്ചും കൊണ്ടിരുന്നിട്ട് സ്വന്തം മക്കളെ നിലവാരം കുറഞ്ഞ സ്കൂളിൽ പഠിപ്പിക്കണതിനോട് എനിക്ക് താല്പര്യമില്ല. വേറൊന്നും കൊണ്ടല്ല, ആ കുട്ടികൾ പിന്നീട് ജീവിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യും ഭാഷയൊന്നും അറിയാതെ. ഗവൺമെൻറ് സ്കൂളുകളെല്ലാം കുറച്ചുകൂടി ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് നല്ല രസകരമായി ക്ലാസ് എടുക്കാൻ, അധ്യാപകർക്ക് നല്ല വീഡിയോ ഒക്കെ കാണിച്ച് ക്ലാസ് എടുക്കാനും CCTV ഒക്കെ വെച്ച് ക്ലാസ് ഒന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ നിലവാരം ഉയർത്താൻ പറ്റുമെന്ന് നല്ല വിശ്വാസം എനിക്കുണ്ട്. വലിയ സ്കൂള് ചെറിയ സ്കൂള് അങ്ങനെയുള്ള വ്യത്യാസം ഇല്ലാതെ ഇത്ര ഡിസ്റ്റൻസിലുള്ള കുട്ടികൾ ഈ സ്കൂളിൽ വന്ന് പഠിക്കണം, അങ്ങനെ ഒരു നിയമമായിരുന്നെങ്കിൽ എല്ലാ സ്കൂളുകളും നന്നായി വന്നേനെ. നല്ല മനുഷ്യർ ഭരണകർത്താക്കളായി വന്നാൽ നല്ല മാറ്റം ഉണ്ടാവും. ജാതിയും മതമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഭരണം പിടിച്ച് ജയിക്കുന്ന ആൾക്കാരെ ജനാധിപത്യ രീതിയിൽ വരണതിനേക്കാളും ഭേദം സമൂഹത്തിന് നന്മ ചെയ്യാൻ തയ്യാറുള്ള ഒരു ഏകാധിപതിയാണ്. പിന്നെ പറഞ്ഞു വന്ന ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനും ഒരു ജനാധിപത്യവാദി തന്നെയാണ്. ജാതിയും മതവും നിറവും ലിംഗവും ഒന്നും നോക്കാതെ നല്ല മനുഷ്യരെ തിരഞ്ഞെടുത്ത് ഭരണം ഏൽപ്പിക്കാൻ സാധിച്ച ജനാധിപത്യം എന്നും മഹത്തരമാണ്.